Hi guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. സോ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത് ഒന്ന് VN യൂസ് ചെയ്യും, പിന്നെ രണ്ടാമത്തത് CAPCUT യൂസ് ചെയ്യും, പിന്നെ iMovie. ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാ വീഡിയോസിലും എല്ലാം യൂസ് ചെയ്യും എന്നുള്ളതല്ല, ഓരോ വീഡിയോസിലും ഓരോന്നാണ് യൂസ് ചെയ്യുന്നത്. ഈ ഷോർട്ട് വീഡിയോസിൽ ഒരുപാട് എഡിറ്റ്സ് വേണം, ഒരുപാട് ട്രാൻസ്ലേഷൻസ് വേണം, കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും CAPCUTും iMovieയിലേക്കാണ് പോവുക. ബട്ട് എനിക്ക് ക്വിക്കായിട്ട് പെട്ടെന്ന് ചെയ്താൽ മതി, അധികം വലിയ ബഹളമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ VN ആണ് ചെയ്യുക. യൂട്യൂബിലെ ലോങ് വീഡിയോസൊക്കെ ഞാൻ VNലാണ് ചെയ്യുക, ലെങ്ത് ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ VNലാണ് ചെയ്യുക. സോ ഇന്ന് ഞാൻ VNലുള്ളതും CAPCUTലുള്ളതും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. CAPCUTൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് VNും കൂടെ കാണിക്കുന്നുണ്ട്. ആൻഡ് iMovieയിലുള്ളത് ഞാൻ കാണിക്കുന്നില്ല, കാരണം അതും കൂടെ കാണിച്ചാൽ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോൾ. അതിലും സെയിം തന്നെയാണ്, എല്ലാ വീഡിയോ എഡിറ്റിംഗ് ആപ്സിലും ഏകദേശം പ്രോസസ്സ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റ്സ് കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് CAPCUT ഇൻസ്റ്റാൾ ചെയ്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ VPN യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് VPN ഉണ്ടെങ്കിലേ CAPCUT യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ CAPCUT എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ന്യൂ പ്രോജക്ട്സിൽ പോയിട്ട് അപ്പോൾ നമ്മുടെ ഗാലറിയിൽ പോവും. ഈ ഗാലറിയിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലിപ്സ് ഏതാണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ എടുക്കുക. അപ്പോൾ അത് ആ വീഡിയോ ഫുള്ള് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിനെ ഇങ്ങനെ 2 ഫിംഗർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് വലുതാക്കും. പിന്നെ നമുക്ക് VNലേക്കാട്ടിയും കുറച്ചും കൂടെ വലുതാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ വീഡിയോ കിട്ടിയതിന് ശേഷം പിന്നെ ടെക്സ്റ്റ്, സൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ എന്താ ഇപ്പോൾ പ്ലേ ചെയ്തിട്ട് എവിടെയാണ് തെറ്റ് വരുന്നത് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കറക്റ്റ് ആയത്. സോ ഇവിടെ ഓക്കെ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഏകദേശം നമ്മൾ കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. എഡിറ്റിൽ തന്നെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് സ്പ്ലിറ്റ് എടുക്കുക. അപ്പോൾ ഇത് 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഈ ലെഫ്റ്റിലുള്ള ഭാഗം മുഴുവൻ നമുക്ക് വേണ്ടല്ലോ. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അവിടെ ആ വൈറ്റ് ബോർഡർ വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി ഫ്രം ഫ്രീലാൻസേഴ്സ് ആൻഡ് അതർ സർവീസ് പ്രൊവൈഡർ. ഓക്കെ. സോ അവിടെ വെച്ച് ഞാൻ നിർത്തി, അടുത്ത ക്ലിപ്പാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്ലോ ആയിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ കറക്റ്റ് നിർത്തിയിട്ട് സെയിം പ്രോസസ്സ് ചെയ്യുന്നു. ഇനി ഇതാ അടുത്തത് ഞാൻ അപ്പോൾ ഈ ക്ലിപ്പ് ഫുള്ള് നമുക്ക് വേണ്ട. ഇതുപോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ക്ലിപ്പ് എടുക്കുക. ആവശ്യമുള്ള സ്ഥലം മുതൽ ആവശ്യമില്ലാത്ത സ്ഥലം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് പൊക്കോണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ എന്താ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് 50 സെക്കൻഡ്സ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ലാസ്റ്റ് ഫ്രെയിമിൽ എനിക്കൊരു ചേഞ്ച് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഫ്രെയിം താഴെ എൻ്റെ പാവാടയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വേണ്ട. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, ഈ പോർഷൻ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രീനിൽ തന്നെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ സൂം ഇൻ ചെയ്യില്ലേ, ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്തു. അപ്പോൾ അത് സൂം ആയിട്ടുണ്ട്. മാത്രം പോരല്ലോ, ഇത് കാണാൻ ആൾക്കാരോട്. അപ്പോൾ എനിക്കിത് മതി. സോ ഇനി നിങ്ങൾക്ക് സൂം ഔട്ട് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സൂം ഔട്ടും ചെയ്യാം. സൂം ഔട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരും. അപ്പോൾ അതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാം ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ എനിക്ക് അതൊന്നും വേണ്ട, എനിക്കിപ്പോൾ ജസ്റ്റ് സൂം ഇൻ ആണ് വേണ്ടത്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് ടെക്സ്റ്റ് ആണ്. എനിക്ക് എവിടെയൊക്കെ ടെക്സ്റ്റ് കൊടുക്കാനുണ്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ എനിക്കൊരു ടെക്സ്റ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ താഴെ ടെക്സ്റ്റ് ഉണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ ആഡ് ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഫോൺസ് ഉണ്ട്, ഏത് സ്റ്റൈൽ വേണം, സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എഫക്റ്റ് എങ്ങനെയുണ്ട്, അനിമേഷൻ എല്ലാം ഉണ്ട്. ഇതാവുമ്പോൾ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ, ഷേപ്പിൽ, എല്ലാ കാര്യത്തിലും നമുക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്കിവിടെ ടെക്സ്റ്റ് ടെംപ്ലേറ്റ് ആണ്. ഞാൻ ടെക്സ്റ്റ് ടെംപ്ലേറ്റ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, കാരണം എളുപ്പമാണല്ലോ. ഓൾറെഡി നമുക്ക് വീഡിയോൻ്റെ ആ ഒരു ഫ്രെയിമിനൊക്കെ മാച്ച് ആവുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിടുന്നതാണ്, സമയം ലാഭിക്കാം. അപ്പം ഞാൻ ഇത് എടുക്കുകയാണ്. ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ടെക്സ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്കിത് സ്കിൽ എന്നുള്ള വേർഡാണ് വേണ്ടത്. പിന്നെ എനിക്ക് ഒരു ഇമോജിയും കൂടെ വേണം. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ടൈം ലൈനിൻ്റെ താഴെ തന്നെ ഒരു ബാർ വരും. ഈ ടെക്സ്റ്റ് എവിടെയാണ് കിടക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാവാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്തു. ഇനി എനിക്ക് എനിക്കിതിനെ ചെറുതാക്കാം, വലുതാക്കാം. ഈ ബോക്സിൽ ടച്ച് ചെയ്താൽ എനിക്കിതിനെ ചെറുതാക്കാം, വലുതാക്കാം.
പിന്നെ എനിക്ക് സൈഡിലേക്ക് എവിടെയെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. ഞാനിപ്പോൾ അത് നടുക്ക് വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആക്റ്റീവ് ആവുക അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി എനിക്ക് ഇതേ സെയിം സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് അടുത്തൊരു ടെക്സ്റ്റ് ബോക്സ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റോ ടെംപ്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഞാനിപ്പോൾ സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ടെംപ്ലേറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ, ടെംപ്ലേറ്റ് ആണെങ്കിലും മറ്റ് ടെക്സ്റ്റ് ആണെങ്കിലും എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിൽ ഫേവറേറ്റ്സ് ആക്കി വെക്കുക. ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പം മേളിലിങ്ങനെ ഇതാവും. അതാകുമ്പോൾ നമുക്ക് കളഞ്ഞു പോകില്ല. പിന്നീട് നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് ഇതേ ഫേവറേറ്റ്സിൽ നമുക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കില്ല. പിന്നെ അതിലൂടെ എന്നിട്ട് അങ്ങനെ അടുത്തതും ഞാൻ കൊടുക്കുകയാണ്. അതുപോലെ ഇനി എവിടെയൊക്കെ എനിക്ക് ടെക്സ്റ്റ് കൊടുക്കണം അവിടെയൊക്കെ ഞാൻ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് സൗണ്ട് എഫക്ട്സ് കൊടുക്കണം. സോ ഞാൻ വിചാരിക്കുന്നത് ഈ ടെക്സ്റ്റ് ഉള്ള സ്ഥലത്ത് സൗണ്ട് എഫക്റ്റ് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇവിടെ കഴ്സർ കൊണ്ട് വെച്ചിട്ട് ഇനി എനിക്ക് വേണ്ടത് സൗണ്ട് ആണല്ലോ. സോ ഞാൻ ഓഡിയോയിലേക്ക് പോകുന്നുണ്ട്. ഓഡിയോയിൽ ഇവിടെ നമുക്ക് സൗണ്ട്സ് ഉണ്ട്. സൗണ്ട്സ് എന്ന് പറയുമ്പം നമുക്ക് വലിയ മ്യൂസിക്കാണ്. നമുക്ക് അതല്ല വേണ്ടത്, സൗണ്ട് എഫക്ട്സ് ആണ്. അപ്പോൾ സൗണ്ട് എഫക്ട്സിൽ തന്നെ നേരത്തെ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റി സൗണ്ട് എഫക്ട്സ് ഉണ്ട്. ഇതിലേതെങ്കിലും എടുക്കുക. നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ സിമ്പിളിൻ്റെ അവിടെ നമുക്ക് പ്രസ് ചെയ്താൽ നമുക്ക് കേൾക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ എനിക്ക് ഈ ടൈപ്പിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അത് കൊടുത്തു. ഈ സൗണ്ട് എഫക്റ്റ് തന്നെ കുറച്ച് അപ്പുറത്തേക്കും വേണം. അപ്പോൾ ഞാൻ ഈ സൗണ്ട് എഫക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴേക്ക് പോകുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ. അപ്പോൾ 2 ഡ്യൂപ്ലിക്കേറ്റ് ആയി. ഇനി എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് ഡ്രാഗ് ചെയ്ത് എനിക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ എനിക്ക് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് വേണ്ടത്. അപ്പോൾ നോക്കാം. പക്ഷേ ലിങ്ക്ഡിനിൽ എങ്ങനെയാണോ കുറച്ചും കൂടെ അല്ല കൂടിപ്പോയി. ലിങ്ക്ഡിനിൽ എങ്ങനെയാണോ ആക്റ്റീവ് ആവുക അല്ലെങ്കിൽ ട്രാൻസിഷൻസ്. അപ്പോൾ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തോ അവിടെയൊക്കെ നമുക്ക് ട്രാൻസിഷൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തൊരു ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസിഷൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇനി സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാൻസിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ട്രാൻസിഷൻ കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാവും. അതൊന്ന് പോയിട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള അവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ട്രാൻസിഷൻസും വരും. ഇവിടെ ഓവർലേ ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസിഷൻസ് ഉണ്ട്. ക്യാമറ എഫക്ട്സ് വേണമെങ്കിലുണ്ട്, ലൈറ്റ് എഫക്ട്സ് വേണമെങ്കിലുണ്ട്, ബ്ലർ, ഗ്ലിച്ച്, ഇതൊക്കെയാണ്. ഞാൻ ട്രാൻസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതാണ് ട്രാൻസിഷൻ കൊടുത്തത്. എനിക്കിഷ്ടപ്പെട്ടു ഈ ട്രാൻസിഷൻ. in 3 steps. First അത് തന്നെയാണ് ഞാൻ 3 സ്ഥലത്തും കൊടുത്തേക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് ക്യാപ്ഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാത്തിലും ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള സബ് ടൈറ്റിൽസ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വേണം. സോ ഞാൻ ഇവിടെ താഴെ ക്യാപ്ഷൻസ് ഉണ്ട്, അവിടെ കൊടുക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടെംപ്ലേറ്റ്സിൽ നമുക്ക് കുറേയൊക്കെ പ്രോ വേർഷനാണ്, പിന്നെ കുറച്ച് ഉണ്ട് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണം ഇത് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ലാംഗ്വേജ് ഓട്ടോ എന്നുള്ളത് മാറ്റി ഇംഗ്ലീഷ് കൊടുക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് സബ് ടൈറ്റിൽ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് നോക്കാം. I get this question a lot, especially from freelancers and other service providers. പിന്നെ ഇതിനകത്ത് എക്സാക്ട്ലി കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. നമ്മുടെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് കുറച്ച് ഡിഫറൻസ് വരും. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ ചില വേർഡ്സ് മാറിപ്പോവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പെൻസിൽ ബട്ടൺ ഉണ്ട്, അവിടെ പോയിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക, ഒന്ന് നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. സർവീസ് പ്രൊവൈഡേഴ്സ്. പക്ഷെ എന്നാലും ഫുള്ളായിട്ട് മാനുവലി നമ്മളെല്ലാം ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണ്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഇനി നമുക്ക് താഴെ ഇതുപോലെ കുറേ ഓപ്ഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഇപ്പോൾ
എന്താണ് നമുക്ക് ഓവർലേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓവർലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഈ വീഡിയോൻ്റെ മേളിൽ നമുക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓവർലേ കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കുക. ഇപ്പോൾ ഇതാ ഓവർലേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര വേണേലും കൊണ്ടുപോകാം. പിന്നെ വേറെ കുറേ ഉണ്ട്. ഇപ്പോൾ എഫക്ട്സ് ഉണ്ട്, ക്യാപ്ഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ റേഷ്യോ, ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. നമുക്ക് യൂട്യൂബ് ലോങ് വീഡിയോ ആണെങ്കിൽ 16:9 ആണ്. ഷോർട്സ് ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസ് ആണെന്നുണ്ടെങ്കിൽ 9:16 ആണ്. പിന്നെ നമുക്കിതാ ഫിൽറ്റേഴ്സ് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, നമുക്ക് കളർ കറക്റ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട്. ഞാൻ നോർമലി അതൊന്നും ചെയ്യാറില്ല. കളർ ഗ്രേഡിംഗ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല. സോ അതൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ എക്സ്പോർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് അടിക്കല്ല കേട്ടോ, ഇത് സ്റ്റോപ്പായിപ്പോൾ. പെട്ടെന്ന് തന്നെ ആവും. നമുക്ക് നല്ല നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ അനുസരിച്ചിരിക്കും. വലിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, ചെറിയ വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു റീൽസ് കംപ്ലീറ്റ്ലി ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ റീൽസ് ഔട്ട്പുട്ട് ഞാനൊന്ന് കാണിക്കാം. ഐ ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ എ ലോട്ട്, എസ്പെഷ്യലി ഫ്രം ഫ്രീലാൻസേഴ്സ് ആൻഡ് അതർ സർവീസ് പ്രൊവൈഡേഴ്സ്. സ്കില്ലുണ്ട്, പക്ഷേ ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് ഒന്ന് ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, അതിലൂടെ എന്നിട്ട് എങ്ങനെയാണ് ലീഡ്സ് ജനറേറ്റ് ചെയ്യുക, ക്ലയൻസിനെ കിട്ടുക എന്നുള്ളത്. ഐ എം ഗോണ മേക്ക് ഇറ്റ് സൂപ്പർ സിമ്പിൾ ഫോർ യു ഇൻ 3 steps. ഫസ്റ്റ് തിങ്, you have to let people know that you exist. So നന്നായിട്ട് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക. സെക്കൻഡ് ഈസ് കോണ്ടന്റ് ക്രിയേഷൻ. ദിസ് ഇസ് എ നോൺ നെഗോഷ്യബിൾ പാർട്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും you have to start creating content. You can simply start with telling your stories or your experiences or learnings or the results that you have generated. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ്, കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, ഇത് കാണാൻ ആൾക്കാരോട് വേണ്ടേ. സോ ബിൽഡ് യുവർ കണക്ഷൻസ് ഇൻറ്റൻഷനലി. നല്ല രീതിയിൽ റെലവൻ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഫോക്കസ് ഓൺ യുവർ നെറ്റ്വർക്ക്. ഇനി ഇതേപോലെ തന്നെ ഈ സെയിം റീൽ ഞാൻ VN കൂടെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് പ്രോസസ്സൊക്കെ സെയിം ആണ്, കുറച്ച് ഡിഫറൻസസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൂടെ കാണാം. അപ്പോൾ ഞാൻ VN ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ന്യൂ പ്രോജക്റ്റ് എടുക്കാം. നേരത്തെ വീഡിയോസ് എല്ലാം നമുക്ക് എടുക്കാം, എല്ലാം എടുത്ത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതാ വീഡിയോസ് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ സെയിം പ്രോസസ്സ് തന്നെയാണ്. ആദ്യം ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇതാ നമുക്ക് സ്പ്ലിറ്റ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക, ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഇവിടെ നമുക്ക് ടി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ആദ്യത്തെ 3 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. താഴോട്ടുള്ളത് ഒക്കെ ടെംപ്ലേറ്റ്സ് ആണ്. പിന്നെ ടൈറ്റിലിന് കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ബട്ട് VNൽ വളരെ കുറവാണ് ഓപ്ഷൻസ്, കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് ഒരുപാട് ടെക്സ്റ്റ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ VN തന്നെയാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് കഴിയും. ഇനി ഇതേപോലെ നമുക്ക് സൗണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മ്യൂസിക് ഉണ്ട്, സൗണ്ട് എഫക്ട്സ് ഉണ്ട്, വോയിസ് ഓവർ ഉണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യുക എന്നുള്ളത്. സോ ഈ സൗണ്ട് ഓപ്ഷനിൽ നമുക്ക് ഈ 3ാമത്തെ ഭാഗം ഉണ്ടല്ലോ, റെക്കോർഡ്, അതാണ് വോയിസ് ഓവറിൻ്റെത്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് എൻ്റെ താഴത്തെ വീഡിയോയ്ക്ക് ഓൾറെഡി സൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഓവർലാപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വോളിയം തൽക്കാലം ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള നിങ്ങളുടെ വീഡിയോൻ്റെ വോളിയം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ വോളിയം കുറച്ചാൽ മതി. ഓക്കെ, ഇനി ഞാൻ വോയിസ് ഓവർ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ബന്ധമില്ലാത്ത വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഈ വോയിസ് ഓവറിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് പ്രസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ വോളിയം നമുക്ക് കൂട്ടുക കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, ഫേഡ് ചെയ്യണമെങ്കിൽ ഫേഡ് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് മ്യൂസിക്കിലേക്ക് പോവാം. മ്യൂസിക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 4 മെയിൻ ഓപ്ഷൻസ് ആണുള്ളത്. അതിനകത്ത് ഒരു 10 ആറ്റേ ഉള്ളൂ, കുറവാണ്.
ഇപ്പോൾ ഒത്തിരി എഫക്ട്സ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ CapCut ആണ് നല്ലത്. ഇതിനകത്ത് കുറവാണ്. ഇനി നമ്മുടെ ഡിവൈസിലുള്ള മ്യൂസിക്കാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസിഷൻസ് ആണ്. ട്രാൻസിഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് എവിടെയാണോ കട്ട് വരുന്നത് അവിടെയാണ് നമുക്ക് ട്രാൻസിഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. സോ ദാ ഞാനിവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്കുള്ള ട്രാൻസിഷൻസ്. ഇതിനകത്ത് സൂം ഒക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത്ര ഓപ്ഷൻസേ ഉള്ളൂ. ബട്ട് കുഴപ്പമില്ല, നമുക്ക് ചെറിയ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ ഓൾമോസ്റ്റ് VN തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ നമുക്ക് ഡ്യൂറേഷനും കൊടുക്കാം. നമുക്ക് എത്ര ടൈമിൽ പയ്യെ വേണോ അതോ പെട്ടെന്ന് സ്പീഡിൽ വേണോ എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതാ ഈ ഇമേജിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ഫോട്ടോ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് സൈസ് കുറയ്ക്കുകയോ കൂട്ടോ സൈഡിൽ വെക്കോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇനി സ്റ്റിക്കർ ആണെന്നുണ്ടെങ്കിലും ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇനി ലാസ്റ്റാണ് ഓട്ടോ ക്യാപ്ഷൻസ്. ഓട്ടോ ക്യാപ്ഷൻസ് ഇതിലും ഉണ്ട്. ദാ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുക്കുക, കൺവേർഷൻ മോഡ് ബേസ് കൊടുക്കുക, കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ദാ ക്യാപ്ഷൻസ് ഓട്ടോ ക്യാപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാ താഴെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കളർ ചേഞ്ച് ചെയ്യോ, ഫോണ്ട് ചേഞ്ച് ചെയ്യോ, അങ്ങനെ അനിമേഷൻ ചേഞ്ച് ചെയ്യോ, ഫോർമാറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ കളേഴ്സൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഫോണ്ട് വേണമെങ്കിൽ ഫോണ്ട് മാറ്റാം. ഇതാ സൈസ് കൂട്ടാം, സൈസ് കുറയ്ക്കാം, എല്ലാം ചെയ്യാം. ഇവിടെ മേളിലുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റെസൊല്യൂഷൻ 1080p, FPS 30 ആണ് ഞാൻ കൊടുക്കുന്നത്. ആവറേജ് ബിറ്റ് റേറ്റ് ഞാനൊരു 7 to 11 ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ആണ് കൊടുക്കുന്നത്. സോ ഇപ്പോൾ ഓൾറെഡി 9 ആണ് കിടക്കുന്നത്. അപ്പോൾ മേ ബി ഞാൻ 9 തന്നെയായിരിക്കും കൊടുക്കുക. യെസ്, ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ മാക്സിമം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.